ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ഒരു ബോണ്ട് പേപ്പർ A4 ഷീറ്റ് ഫുൾ സൈഡ് വരയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ തവണ എന്ന് പറയുമ്പം 2 അവധിയൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ബോണ്ട് പേപ്പർ സൈഡിൽ വരച്ചുകൊണ്ടുണ്ടാവാറുണ്ട്. ഞങ്ങൾക്കവിടെ കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഇപ്പം ഒരു ഇയറിലാണെങ്കിൽ ഒരു സെമ്മിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 കെയർ പ്ലാൻ കുറഞ്ഞത് എഴുതാനുണ്ട്. കെയർ പ്ലാൻ മാത്രം. പിന്നെ ഒരു 5 അസൈൻമെൻറ്റ് 6-7 അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതാൻ നമുക്ക് വരും. അപ്പോൾ ഇത് ഞാൻ എല്ലാ തവണ ഇങ്ങനെ 4 സൈഡും വരച്ചുകൊണ്ട് പോയി അനിയനും അനിയത്തിക്ക് എന്തെങ്കിലുമൊക്കെ സിനിമ വെച്ച് അവർ TV കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി കൊടുക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ അവർക്ക് ഇത് കൊടുക്കും. അപ്പോൾ അവർ ഫുൾ ഇരുന്ന് വരച്ച് തരും. ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഫ്ലൂറസിൻ്റെ കളറൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ് പിങ്ക് ഉണ്ടല്ലോ, പിങ്ക്, ഓറഞ്ച്, യെല്ലോ, അതൊന്നും അങ്ങനെ അവിടെ യൂസ് ചെയ്യത്തില്ല. ഇതേപോലത്തെ ബ്രൗണ്, ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പർപ്പിൾ, വയലറ്റ്, ബ്ലാക്ക് ഇങ്ങനത്തെ കളേഴ്സാണ് ഞങ്ങൾ. റെഡും ഗ്രീൻ എനിക്ക് തോന്നുന്നു ഒരിടത്തും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കൂട്ട് ഒരു 1-2 പാക്കറ്റ് ഇങ്ങനെ മേടിക്കും. എന്നിട്ട് ഇത് ഇവിടെ ഇരുന്ന് അതിൻ്റെ അനിയത്തിനെയും കൊണ്ട് വരപ്പിക്കും. അപ്പോൾ അവരിരുന്ന് വരച്ച് തരും. ചിലപ്പം നമുക്ക് കെയർ പ്ലാനിലൊക്കെ ആണെങ്കിൽ ബയോഗ്രഫിക്കൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ ഓരോ നമ്മുടെ ഓർഗൻ്റെയും ഇങ്ങനെ ഈ സൈഡ് മാത്രം എഴുതിക്കൊണ്ട് പോകും. കാരണം ഓരോ ഇത് കൂട്ടും ഡയഗ്നോസിസ് അനുസരിച്ച് ഇവിടുത്തെ സൈഡ് മാറുമല്ലോ. അപ്പം ഈ സൈഡ് ഞാൻ നേരത്തെ എഴുതിക്കൊണ്ട് പോകും. കാരണം ടൈം ലാഭിക്കാനും പണി കുറയ്ക്കാനും ഒക്കെയാണ്. നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷനൊക്കെ എടുക്കുന്നതിന് മുന്നേ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് കുറേ പിള്ളേർ ഇരിപ്പുണ്ടല്ലോ നഴ്സിംഗിന് പോകാനും, അവരൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വരച്ച് റെഡി ആയിട്ടിരിക്കുക. അതാകുമ്പോൾ അവിടെ ചെന്നിട്ട് വരച്ചാൽ മതി. പക്ഷെ നമുക്ക് സമയം ലാഭിക്കാം.